എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ രസകരമായിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട വേർഡ്സുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഹിന്ദി ഭാഷയുടെ യഥാർത്ഥ ഭംഗി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള വേർഡ്സുകളാണ്. നമ്മൾ ഇതുപോലുള്ള വേർഡ്സുകൾ പറയുമ്പോഴാണ് ആ ഒരു ഹിന്ദി ലാംഗ്വേജ്, ആ ഒരു ഹിന്ദി ഭാഷയുടെ യഥാർത്ഥ ഒരു ഭംഗി, ഒരു ഫ്ലോ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ വേർഡാണ് ടീക് ഹേ. എന്താണ് ടീക് ഹേ? ടീക് ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, ഓക്കെ, ഓക്കെ എന്നർത്ഥം. ഓക്കെ, ഞാൻ പറയാണ്, ഈ ഓക്കെ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ വേർഡ് ഉണ്ടല്ലോ, ഈ വേർഡ് നമുക്ക് ചോദ്യം ചോദിക്കുന്ന പോലെ ചോദിക്കാം, അല്ലെങ്കിൽ ഉത്തരം പറയുന്ന പോലെ പറയാം. ഇപ്പം ഞാൻ പറയാണ് ഓക്കെ, ഓക്കെ, നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ ചോദിക്കുകയാണ് അല്ലേ, ചോദിക്കുകയാണ്. അതിൻ്റെ കാരണം ആക്ഷനാണ്, എക്സ്പ്രഷൻ. ഓക്കെ, അപ്പം നിങ്ങൾ പറയാണ് ഓക്കെ. കണ്ടോ? അതുപോലെയാണ് ഇവിടെ ഹിന്ദിയിൽ ടി കെ എന്ന് പറയുന്നത്. ടി കെ, ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കെല്ലാം മനസ്സിലായോ? ടീക് ഹേ, ടീക് ഹേ, നോ, ഓക്കെ. അപ്പം നിങ്ങൾ പറയാണ് ടീക് ഹേ. ഓക്കെ, അപ്പോൾ ടി കെ എന്ന് പറയുന്ന വേർഡ് ചോദ്യം ചോദിക്കുന്ന പോലെ ചോദിക്കാം, അതുപോലെ ആൻസർ പറയുന്ന പോലെ പറയാം. ടീക് ഹേ, ടീക് ഹേ, ടീക് ഹേ. ഇനി അതുപോലെ നമുക്ക് രണ്ട് തവണ ഒരുമിച്ച് പറയാറുണ്ട്. ഇങ്ങനെ ശരി 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 ഒരാൾ പറഞ്ഞ് തന്നെ വീണ്ടും വീണ്ടും പറയുമ്പോൾ നമ്മൾ പറയും ഓക്കെ 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 ഓക്കെ, പറയാറില്ലേ? ശരി ശരി ശരി. അതുപോലെ ടീക് ഹേ, ടീക് ഹേ, ടീക് ഹേ. രണ്ട് തവണ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ തവണ ഒരുമിച്ച് പറയും ടീക് ഹേ, ടീക് ഹേ, ടീക് ഹേ. ഓക്കെ, ടീക് ഹേ, ടീക് ഹേ. എന്താണ്? ഓക്കെ ഓക്കെ, ശരി ശരി. ഇനി നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട വേർഡാണ് ബസ്. എന്താണ്? ബസ്. ഇത് ആ കയറി പോകുന്ന ബസ് ഉണ്ടല്ലോ, യാത്ര ചെയ്യുന്ന ആ ബസ്സല്ല. ഇത് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇനഫ്, മതി, മതി, ഇനഫ്, ബസ്, ബസ്. നിങ്ങളെ ഞാൻ ഉപദേശിക്കുകയാണ്. ഓക്കെ, ഒരുപാട് തവണ ഉപദേശിച്ചു. അപ്പോൾ നിങ്ങൾ പറയാണ് മതി മതി, ബസ് 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 ബസ്. എന്താണ്? ബസ്. ഞാനൊരു ഉദാഹരണം പറയാം, ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഒരു വിവാഹത്തിന് പോവാണ്, മാരേജ് ഫംഗ്ഷൻ, ഒരു മാരേജ് ഫംഗ്ഷൻ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുകയാണ്. ഓക്കെ, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇരുന്നിട്ടുണ്ട്, വേറെയും പേരുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളുടെ പ്ലേറ്റിലേക്ക് ഭക്ഷണം ഇടുകയാണ്. ഭക്ഷണം, ചോറ്. ഓക്കെ, ചോറിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം കുറച്ച് ചോറിട്ടു. അപ്പോൾ നിങ്ങൾ പറയാണ് മതി, ബസ് എന്ന് പറയാ, ബസ്. പക്ഷേ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് നിർത്തുന്നില്ല, അവൻ പിന്നെയും ഇട്ടു. അപ്പം നിങ്ങൾ പറയാണ് മതി മതി, രണ്ട് തവണ പറയും മതി മതി എന്ന് പറയാ, ബസ് 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 ബസ്. ആദ്യം നമ്മൾ പറഞ്ഞു ബസ്, മതി. വീണ്ടും അവൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, പറയാണ് ബസ് ബസ്, മതി മതി. അവൻ വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുകയാണ്, അവൻ പറയും ബസ് കറോ, ബസ് കറോ, ബസ് കറോ, നിർത്തൂ, ബസ് കറോ. പിന്നെ വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ പറച്ചിലുണ്ടായിരിക്കും അല്ലേ, പിന്നെ അവൻ നിർത്തി ഉറപ്പാകും. അപ്പം എന്താണ് നമ്മൾ സിമ്പിളായിട്ട് പറയുമ്പോൾ ബസ്, മതി, ബസ്, മതി മതി, ബസ് ബസ്, നിർത്തൂ, ഒന്ന് നിർത്തൂ, ബസ് കറോ, ബസ് കറോ എന്ന് പറഞ്ഞാൽ നിർത്തൂ എന്നായി. ബസ് കറോ, നിർത്തൂ. അപ്പോൾ ആദ്യം തന്നെ ബസ് കറോ എന്ന് പറയരുത്. ആദ്യം നമ്മൾ പറയും ബസ് എന്ന് പറയും, പിന്നെ ബസ് ബസ് എന്ന് പറയും, പിന്നെ നമ്മൾ പറയും ലാസ്റ്റ് ബസ് കറോ, ബസ് കറോ എന്ന് പറയും. ഓക്കെ, സ്റ്റോപ്പ്, നിർത്തൂ, എന്താണ്? നിർത്തൂ. ഇനി അടുത്താണ്, നമുക്കൊരു അടുത്ത ഉദാഹരണം നോക്കാം. അടുത്ത ഉദാഹരണമാണ്, കണ്ടോ ഇവിടെ തോ. എന്താണ്? തോ. തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ, അതിന്, അതുകൊണ്ട്. അതുപോലെ തോ ക്യാ, തോ ക്യാ, സോ വാട്ട്, അതിനെന്താ? ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ നിങ്ങളുടെ ബോസിൻ്റെ ഓഫീസിൽ പോവുകയാണ്. കാരണം നിങ്ങൾക്ക് എന്ത് വേണം? ലീവ് വേണം. ഓക്കെ, നിങ്ങൾക്ക് നാളെ ഓഫീസിൽ നിന്ന് ലീവ് വേണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൻ്റെ ബോസിൻ്റെ മുന്നിലെത്തിയിട്ട് നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ പറയാണ്, കാരണം നിങ്ങൾക്ക് എന്ത് വേണം? നാളെ ലീവ് വേണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബോസിനെ ചോദിക്കുകയാണ്, എക്സ്ക്യൂസ് മീ. ബോസ് പറഞ്ഞോളൂ, എന്താണ് വേണ്ടത്? ആക്ച്വലി നാളെ ഞാൻ അവിടെ പോകുന്നുണ്ട്, നാളെ ഞാൻ അവിടെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബോസ് തോ 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 എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്, അതിന്, നിങ്ങളവിടെ പോകുന്നുണ്ട്, അതിന് അല്ല, അവിടെ എൻ്റെ ഫാമിലിയും അവിടെ, പിന്നെ അവിടെ എൻ്റെ ഫാമിലി ഉണ്ട്, എൻ്റെ ഫാമിലി അവിടെ ഉണ്ട്. അപ്പോൾ ബോസ് പറയാണ് തോ ക്യാ, അതിനെന്താ? സോ വാട്ട്, അതിനെന്താ?
അല്ല, ഞാൻ എൻ്റെ ഫാമിലിൻ്റെ കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഫാമിലി ഒരുപാട് പേരുണ്ട്, അപ്പം എല്ലാവരും ഒരുമിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ബോസ് പറയാണ് തോ ക്യാ വാ, അതിനെന്താണ് സോ വാട്ട്, അതിനെന്താണ് തോ ക്യാ വാ, ഓക്കെ, തോ ക്യാ വാ, അതിനൊന്നുമില്ല, ജസ്റ്റ് പറയുന്നുള്ളൂ, ലാസ്റ്റ് നിങ്ങൾക്ക് ലീവ് വേണ്ടെന്നായി. ഓക്കെ, അപ്പം പറയാം തോ എന്ന് പറഞ്ഞാൽ അതിന് തോ, സോ തോ ക്യാ, അതിനെന്താ തോ ക്യാ. അതുപോലെ തോ ക്യാ വാ, അതിനെന്താണ്, എന്താണ്, അതിന് വിഷയമില്ലല്ലോ, നോ പ്രോബ്ലം. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത പ്രധാനപ്പെട്ട വേർഡ് എന്നറിയോ, ഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഫിർ എന്ന് പറഞ്ഞാൽ ദാൻ, എന്നിട്ട്. ഇപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു സ്റ്റോറി പറഞ്ഞു തരികയാണ്. ഓക്കെ, പറയുകയാണ് ഞാൻ സ്റ്റോറി തുടങ്ങി, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ അവിടെ പോയിരുന്നു, അവിടെ പോയപ്പോൾ ഞാനൊരു വലിയ ആനയെ കണ്ടു. അപ്പം നിങ്ങൾ ചോദിക്കുകയാണ് എന്നിട്ട്, അല്ലേ? സ്വാഭാവികമായിട്ടും നമ്മളൊരു സ്റ്റോറി കേൾക്കുമ്പോൾ, അല്ലേ, ഒരു കഥ കേൾക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ട് എന്നിട്ട്. അതാണ് ഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫിർ എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഉണ്ടോ, ദാൻ, ഇതാണ് ദാൻ. ഈ ഫിർ എന്ന് പറയുന്ന വേർഡിൻ്റെ കൂടെ നമ്മൾ സേ ചേർക്കുകയാണെങ്കിലോ, ഫിർസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് മാറി. ഫിർസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി എന്നാണ്, ഒന്നുകൂടി, ഫിർസേ, ദുബാര, ഒന്നുകൂടി, ഒരു തവണ കൂടി. ഫിർന്ന് മാത്രം പറയുകയാണെങ്കിലോ ഫിർ എന്ന് പറഞ്ഞാൽ ദാൻ, എന്നിട്ട് എന്നർത്ഥം. ഫിറിൻ്റെ കൂടെ സേ വന്നാലോ ഫിർസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി, ഒരു തവണ കൂടി ചെയ്യൂ. ഫിർസേ കറു എന്ന് പറഞ്ഞാൽ ഒരു തവണ കൂടി ചെയ്യൂ എന്നായി. അപ്പം ഫിർന്ന് മാത്രമാണെങ്കിലോ എന്നിട്ട്, ഫിർ എന്നിട്ട് എന്ത് സംഭവിച്ചു, എന്ത് സംഭവിച്ചു, ഫിർ ക്യാ ഹുവാ ആണോ. ഫിർ ക്യാ ഹുവാ എന്ന് പറഞ്ഞാൽ then what happened, എന്നിട്ട് എന്ത് സംഭവിച്ചു. ഇതുപോലുള്ള വാക്കുകൾ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്, അതുപോലെ പറയണം. കാരണം ഇങ്ങനെയുള്ള വേർഡ്സുകളാണ് യഥാർത്ഥത്തിലുള്ള ഹിന്ദി ഭാഷയുടെ ഭംഗി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. आपका बहुत बहुत धन्यवाद.